മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ നമുക്ക് മടിയൊന്നുമില്ല. പ്രത്യേകിച്ചും അന്യനാട്ടിലെത്തി കഴിഞ്ഞാൽ പക്ഷെ ആ കഷ്ടപ്പാടിനനുസരിച്ചുള്ള പൈസ കയ്യിൽ വരണമെന്ന് നമുക്ക് നിർബന്ധമാണ്. പെട്ടെന്നൊന്ന് ക്ലച്ച് പിടിക്കണം, ഒരു നിലയിലെത്തണം. ഈ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗൾഫിലും മറ്റും പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനി ഞാൻ പറയുന്നത് ആലോചിച്ച് നോക്കണം. കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇത് എവിടെ ഇടണമെന്നാണ്. ബാങ്കിലെ FD നോക്കിയാൽ അവിടെ പലിശ കുറവ്. അപ്പോഴാണ് നമ്മൾ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഷെയർ മാർക്കറ്റിലിട്ടാൽ പൈസ വളരും, അത് സത്യമാണ്. പക്ഷെ അടുത്ത കടമ്പ അവിടെയാണ്. ഷെയർ വാങ്ങണമെങ്കിൽ ഒരു DP അക്കൗണ്ട് വേണം, അതായത് ഒരു ഡിമാറ്റ് അക്കൗണ്ട്. ഇതിനായി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ബോധം പോകും. സെറോദ, ഗ്രോ, ഏഞ്ചൽ വൺ എന്നിങ്ങനെ 100 കൂട്ടം പേരുകൾ. ഇതിൽ എവിടെ തുടങ്ങണം? ഈ കൺഫ്യൂഷൻ കാരണം മാത്രം ഇൻവെസ്റ്റ്മെന്റ് മാറ്റിവെച്ച എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. സംഗതി നിസ്സാരമല്ല. ഇത് നമ്മളൊരു വണ്ടി വാങ്ങുന്നത് പോലെയാണ്. സ്പീഡ് വേണോ മൈലേജ് വേണോ എന്ന് നമ്മൾ തീരുമാനിക്കുമല്ലോ. അതുപോലെ ഏത് ബ്രോക്കർ വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. ആദ്യം നമുക്ക് ഈ ഗ്രോയിനെ കുറിച്ച് നോക്കാം. സോഷ്യൽ മീഡിയ നോക്കുന്ന ആർക്കും ഈ പേര് പരിചയമുണ്ടാകും. അതിൻ്റെ ഒരു ഹൈപ്പ് കണ്ടോ? സംഗതി സിമ്പിളാണ്. ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ആപ്പ്. ചാർജുകൾ ഒന്നുമില്ലാതെ അക്കൗണ്ട് തുടങ്ങാം. വാർഷിക ചാർജുമില്ല. പൈസ വെറുതെ ബാങ്കിൽ ഇടുന്നതിന് പകരം ചെറിയ രീതിയിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതുന്നവർക്ക് ഇത് നല്ലതാണ്. നിങ്ങളൊരു വലിയ ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ ഷെയർ വാങ്ങിക്കൂട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗ്രോയിൽ ചെറിയൊരു ചാർജ് കൊടുക്കേണ്ടി വരും. ഒരു ഷെയർ വാങ്ങുമ്പോൾ അവർ ഒരു 20 രൂപയോ അല്ലെങ്കിൽ ചെറിയൊരു ശതമാനമോ കമ്മീഷൻ എടുക്കും. ഇവിടെയാണ് സെറോദ എന്ന പേര് വരുന്നത്. ഇന്ത്യയിലെ ഈ കളിയാകെ മാറ്റിയത് ഇവരാണ്. സെറോദയുടെ പ്രത്യേകത എന്താണെന്നാൽ, നിങ്ങൾ ഒരു ഷെയർ വാങ്ങി കുറെ കാലം വെക്കാൻ പോവുകയാണെങ്കിൽ ഒരു പൈസ പോലും അവർ ബ്രോക്കറേജ് വാങ്ങില്ല. 0. അതാണ് അവരുടെ മെയിൻ ആകർഷണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് വർഷം ഒരു 300 രൂപയോളം ഇവർ വാങ്ങും. പക്ക പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളവർക്ക് സെറോദയുടെ കൈറ്റ് പ്ലാറ്റ്ഫോം ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. ഇനി ഇതിനിടയിൽ നിൽക്കുന്ന വേറൊരു പേരാണ് ഏഞ്ചൽ വൺ. ഇതിനെപ്പറ്റി പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏഞ്ചൽ വൺ പണ്ട് ഒരു പക്ക ട്രഡീഷണൽ ബ്രോക്കർ ആയിരുന്നു. അതായത് നമ്മുടെ തൃശ്ശൂരോ കൊച്ചിയിലോ ഒക്കെ ഓഫീസുകളുള്ള ആളുകൾ നേരിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുന്ന രീതി. പക്ഷേ ഇപ്പോൾ അവർ ആകെ മാറി. അവർക്ക് സെറോദയെ പോലെ സ്പീഡുള്ള ആപ്പുണ്ട്, ഒപ്പം പൈസയും കുറവാണ്. ഡെലിവറിക്ക് ഇവർ ചാർജ് ഈടാക്കുന്നുമില്ല. ഇനിയാണ് ട്വിസ്റ്റ്. നിങ്ങൾക്കൊരു സംശയം വന്നാൽ ഗ്രോയിലോ സെറോദയിലോ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ പാടായിരിക്കും. എല്ലാം മെയിലിലൂടെയും ചാറ്റിലൂടെയും ഒക്കെയാകും നടക്കുന്നത്. എന്നാൽ ഏഞ്ചൽ വണ്ണിന് നാട്ടിൽ സബ് ബ്രോക്കർമാരും ഏജന്റുമാരും ഉള്ളത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഒരു മനുഷ്യരുണ്ടാകും. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. പുതിയ കാലത്തെ ടെക്നോളജിയും പഴയ കാലത്തെ ആ ഒരു ഹ്യൂമൻ സപ്പോർട്ടും. ഇതാണ് ഏഞ്ചൽ വണ്ണിന്റെ പ്ലസ് പോയിന്റ്. കൂടാതെ ഏത് ഷെയർ വാങ്ങണം എന്ന കാര്യത്തിൽ ഇവർ സ്വന്തമായി റിസർച്ച് റിപ്പോർട്ടുകൾ നമുക്ക് തരും. ഇനി നിങ്ങളുടെ ലാഭത്തെ ബാധിക്കുന്ന ഒരു ചാർജിനെ കുറിച്ച് പറയാം. നമ്മൾ ഷെയർ വിൽക്കുമ്പോൾ DP ചാർജ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സെറോദയിൽ ഇത് 13 രൂപയാണെങ്കിൽ ഗ്രോയിൽ ഇത് 20 രൂപയ്ക്ക് മുകളിലാണ്. ദിവസവും ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാസാവസാനം നോക്കുമ്പോൾ ഈ ചെറിയ തുകകളെല്ലാം കൂടി വലിയൊരു സംഖ്യയായി മാറാം. നമ്മൾ പലപ്പോഴും ഈ ചാർജുകളൊന്നും നോക്കാറില്ല. അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഫ്രീ എന്ന് കേൾക്കുന്നത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. പക്ഷേ ലോങ് ടൈം ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എത്ര രൂപ പോകുന്നു എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ എവിടെ അക്കൗണ്ട് തുടങ്ങണം? ഉത്തരം സിമ്പിളാണ്. നിങ്ങൾ ഷെയർ മാർക്കറ്റിലേക്ക് ആദ്യമായി വരികയാണ്, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗ്രോ നോക്കാം. അല്ല, എനിക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം, ട്രേഡിംഗ് ഒക്കെ പരീക്ഷിക്കണം, ചാർജുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ സെറോദ തന്നെയാണ് ബെസ്റ്റ്. ഇനി എനിക്കൊരു ആപ്പ് മാത്രം പോരാ, ഇടയ്ക്കൊന്ന് ചോദിക്കാൻ ഒരു ആൾ വേണം, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സപ്പോർട്ട് വേണം, മാർക്കറ്റ് റിപ്പോർട്ടുകൾ വേണം എന്നുണ്ടെങ്കിൽ ഏഞ്ചൽ വൺ പോലുള്ള ഹൈബ്രിഡ് പ്ലേയേഴ്സ് നല്ലൊരു ചോയ്സാണ്. സത്യം പറഞ്ഞാൽ ഏത് ആപ്പ് എടുത്താലും നിങ്ങളുടെ ഷെയറുകൾ സുരക്ഷിതമാണ്. നമ്മുടെ ബാങ്ക് ലോക്കർ പോലെ ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള CDSL പോലുള്ള ഇടങ്ങളാണ് നിങ്ങളുടെ ഷെയറുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ആപ്പുകൾ നാളെ പൂട്ടിപ്പോയാലും നിങ്ങളുടെ പൈസ നഷ്ടപ്പെടില്ല. ഒരു കാര്യം ഓർക്കണം, വണ്ടി ഏതായാലും അത് ഓടിക്കാൻ നമ്മൾ പഠിക്കണം. ഷെയർ മാർക്കറ്റും അതുപോലെ തന്നെയാണ്. നല്ലൊരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നത് പാതി ജോലി തീർത്തത് പോലെയാണ്. ബാക്കി പകുതി നിങ്ങളുടെ പഠനമാണ്. സത്യം പറഞ്ഞാൽ ഈ പറയുന്നതൊന്നും ഞാൻ നിങ്ങളോട് ഇന്ന ഷെയർ വാങ്ങണമെന്നോ ഇന്ന ആപ്പ് തന്നെ വേണമെന്നോ നിർബന്ധിക്കുന്നതല്ല. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ വീഡിയോയിലൂടെ തീർക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തിയത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.